ബംഗ്ലാദേശിലെ ഏകദേശം 5000 കോടി രൂപയുടെ റെയിൽവേ പദ്ധതികൾ ഇന്ത്യ നിർത്തിവെക്കുകയാണ്. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അസ്വസ്ഥതകളും മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളും കണക്കിലെടുത്താണ് ഇന്ത്യ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ റെയിൽവേ ശൃംഖലയിലൂടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് റെയിൽവേ പദ്ധതികൾ വളരെ നിർണായകമായിരുന്നു. കൂടാതെ ഇടുങ്ങിയ സിലിഗുരി ഇടനാഴിയെ ആശ്രയിക്കുന്നത് ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇവ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇതിന് പകരമായി നേപ്പാൾ, ഭൂട്ടാൻ വഴിയുള്ള പുതിയ പാതകൾ ലക്ഷ്യമിടുന്നതായും റിപ്പോർട്ടുണ്ട്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്വസ്ഥതകളും തൊഴിലാളികളുടെ സുരക്ഷാ ആശങ്കകളും ചൂണ്ടിക്കാട്ടി 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ അയൽരാജ്യം വഴി പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സംരംഭത്തിന്റെ ഭാഗമായിരുന്നു ഈ പദ്ധതികൾ. ബംഗ്ലാദേശിലെ പ്രധാന റെയിൽവേ കണക്ടിവിറ്റി പദ്ധതികൾക്കുള്ള ഏകദേശം 5000 കോടി രൂപയുടെ ധനസഹായവും നിർമ്മാണ പ്രവർത്തനങ്ങളും ഇന്ത്യ നിർത്തിവെച്ചതായി ദി ഹിന്ദു ബിസിനസ് ലൈൻ ആണ് റിപ്പോർട്ട് ചെയ്തത്. പദ്ധതികളുടെ സർവേ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചതായാണ് റിപ്പോർട്ട്. ബംഗ്ലാദേശിന്റെ റെയിൽവേ ശൃംഖല വഴി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് ഈ റെയിൽവേ പദ്ധതികൾ വളരെ നിർണായകമായിരുന്നു. കൂടാതെ ഈ ഒരു മേഖലയെ ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന സിലിഗുരി ഇടനാഴി ആശ്രയിക്കുന്നത് ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതികൾ കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ ഇവയാണ് നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അഖൌര അഗർത്തല ക്രോസ് ബോർഡർ റെയിൽ ലിങ്ക്, ഒപ്പം ഖുലാബുറ സബാജ്പൂർ റെയിൽ ലൈൻ, അതോടൊപ്പം തന്നെ ഖുൽന മോംഗ്ലെ തുറമുഖ റെയിൽ ലൈൻ, അതിനോടൊപ്പം ധാക്ക, ഡോങ്കി, ജോയ്ദേവ്പൂർ റെയിൽ വിപുലീകരണ പദ്ധതി എന്നിവയാണ് മുടങ്ങിക്കിടക്കുന്ന റെയിൽവേ പദ്ധതികൾ. ഇന്ത്യയുടെ സഹായത്തോടെ ഏകദേശം 400 കോടി രൂപയുടെ അഖൌര അഗർത്തല ക്രോസ് ബോർഡർ റെയിൽ ലിങ്ക് പദ്ധതി ബംഗ്ലാദേശിലേക്ക് വ്യാപിപ്പിച്ചിരുന്നു. 12.24 കിലോമീറ്റർ നീളമുള്ള ഇതിന് ബംഗ്ലാദേശിൽ 6.78 കിലോമീറ്ററും ത്രിപുരയിൽ 5.46 കിലോമീറ്ററും ഡ്യുവൽ ഗേജ് റെയിൽപാതയുണ്ട്. അഖൌര അഗർത്തല പദ്ധതിയുടെ ഭാഗമായ ഖുലാബുറ സബാജ്പൂർ റെയിൽപാത അസമിലേക്കുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. 3300 കോടി രൂപയുടെ മൊത്തം പദ്ധതി ചെലവ്. ഈ ചെലവിൽ കൺസെഷൻ ലൈൻ ഓഫ് ക്രെഡിറ്റ് പ്രകാരം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഖുൽന മോംഗ്ല തുറമുഖ റെയിൽപാത, ബംഗ്ലാദേശിലെ മോംഗ്ല തുറമുഖത്തിനും ഖുൽനയിൽ നിലവിലുള്ള റെയിൽ ശൃംഖലയ്ക്കും ഇടയിൽ ഏകദേശം 65 കിലോമീറ്റർ ബ്രോഡ് ഗേജ് റെയിൽപാതയുടെ നിർമ്മാണം ഉൾക്കൊള്ളുന്നതായിരുന്നു. 2027 ജൂണിൽ പൂർത്തിയാക്കേണ്ട ധാക്ക, ഡോങ്കി, ജോയ്ദേവ്പൂർ റെയിൽ വിപുലീകരണ പദ്ധതി കഴിഞ്ഞ വർഷം വരെ 50% താഴെ കാലതാമസം നേരിട്ടതായി ബിസിനസ് ലൈൻ റിപ്പോർട്ട് പറയുന്നുണ്ട്. വടക്കേ ഇന്ത്യയിലെ റെയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഭൂട്ടാൻ, നേപ്പാൾ എന്നിവിടങ്ങളിലൂടെയുള്ള ബദൽ പാതകൾ ന്യൂഡൽഹി പര്യവേക്ഷണം ചെയ്തു വരികയാണ്. ഇന്ത്യ നേപ്പാൾ റെയിൽ കരാർ, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലേക്കുള്ള ഭൂട്ടാന്റെ ഭൂമിശാസ്ത്രപരമായ സാമീപ്യം തുടങ്ങിയ നിലവിലുള്ള കരാറുകൾ, ഇതൊക്കെ പ്രയോജനപ്പെടുത്തി ഭൂട്ടാൻ, നേപ്പാൾ എന്നിവിടങ്ങളിലൂടെയുള്ള 3500 മുതൽ 4000 കോടി രൂപ വരെയുള്ള കണക്ടിവിറ്റി പദ്ധതി പരിശോധിച്ചു വരികയാണ്. അതേസമയം ഇന്ത്യൻ ഭാഗങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ ബദലുകൾ ലോജിസ്റ്റിക് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എങ്കിലും പ്രാദേശിക റെയിൽ കണക്ടിവിറ്റിക്കായി ബംഗ്ലാദേശിനെ ഇന്ത്യ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും കൂടുതൽ സ്ഥിരതയുള്ളതും സുരക്ഷിതവുമായ ഒരു റൂട്ട് വാഗ്ദാനം ചെയ്യാനും അവയ്ക്ക് കഴിയുമെന്നതാണ് പ്രത്യേകത. ഒപ്പം സിലിഗുരി ഇടനാഴിയിലേക്ക് നയിക്കുന്ന പ്രധാന റൂട്ട്സ് ഉൾപ്പെടുന്ന ഉത്തർപ്രദേശിലും ബീഹാറിലും റെയിൽപാത ഇരട്ടിപ്പിക്കലും 4 ഇരട്ടിയാക്കലും സാധ്യമാക്കുന്നതിനുള്ള സാധ്യത ന്യൂഡൽഹി പര്യവേക്ഷണം ചെയ്യുന്നുണ്ട്.